ഹലോ. കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല, ഇത് സാറ്റർഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ചോറ് രാവിലെ ആയിട്ടുണ്ടായിരുന്നു. പരിപ്പ് കറിയാണ് കേട്ടോ. അതാണ് കുക്കറിൽ പരിപ്പ് ഇരിക്കുന്നുണ്ട്. ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. അത് അവിടെ സൈഡിലായിക്കോട്ടെ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായി തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയ കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഞൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ആ മഞ്ഞളുടെ വെള്ളവും ഇട്ട് നന്നായി അരച്ചെടുത്തു. ഒന്ന് അരഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടിയിട്ട് ഒന്ന് നന്നായി അരച്ചെടുത്തു കേട്ടോ. പിക്കിളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം എടുത്തു വെച്ച മാങ്ങയാണ്, ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം മാങ്ങ നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഉപ്പിലിട്ട് വെച്ചതാണ്. കേട് വരികയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാങ്ങയും അതിൻ്റെ ഉപ്പിൻ്റെ വെള്ളമൊക്കെ എടുത്ത് ഈ അരപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാർ റെഡി. ഇത് പെട്ടെന്ന് അങ്ങനെ കേട് വരുമൊന്നുമില്ല കേട്ടോ. ഇവിടെ അച്ചാർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്ന് പിന്നെ സാറ്റർഡേ അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അച്ചാറും കൂടി ഉണ്ടാക്കി. രാവിലെ ചോറായതുകൊണ്ട് പിന്നെ കറി പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ക്രാബ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ക്രാബ് ഉണ്ടാക്കാൻ വേണ്ടി സവാളയും തക്കാളിയും പച്ചമുളക് കറിവേപ്പില എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സവാളയും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പം ഞണ്ട് ഞാൻ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആ സ്മെല്ലൊക്കെ പോവാനാണ്. അപ്പോൾ അതവിടെ ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആക്കിയതാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ഒന്ന് അരച്ചെടുത്തു മിക്സിയുടെ ജാറിലിട്ട്. ആ സവാളയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം തക്കാളിയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ആ സവാളയൊക്കെ നന്നായി വഴന്ന് വരണം കേട്ടോ. ആ ഒരു പച്ച ചുവയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ക്രാബ് ഞാൻ നന്നായി കഴുകി ഒന്നും കൂടി എടുത്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ക്രാബും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ എല്ലാ സ്ഥലത്തേക്കും യോജിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സ്മെല്ലാണ് കേട്ടോ. മസാലയുടെ സ്മെല്ല് നല്ല നമ്മളെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. നല്ലോണം ലേറ്റായി കേട്ടോ. 1 മണിയായി. ക്രാബ് ഓർഡർ ചെയ്തതായിരുന്നേ, അത് വരാൻ ലേറ്റായി, കൊണ്ടുതരാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി. അതാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. ഇനി ഇത് ഞാനൊരു 1/4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ മറന്നുപോയി. ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു. തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ക്രാബിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടച്ചു വെച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റ്. ആ സമയത്ത് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. 1:30 ആയിട്ടോ. ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. 1:30 കഴിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ചോറ് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ചോറും പരിപ്പ് കറിയും കോവയ്ക്ക ഉപ്പേരി ഉണ്ടായിരുന്നേ. കുട്ടികളത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കത് കൊടുക്കുന്നില്ല. ഇതപ്പോൾ ക്രാബ് കണ്ടില്ല, നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെയാണോ ക്രാബ് വെക്കാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ
എല്ലാ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.